ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് വേറൊന്നുമല്ല, ഇന്ന് തെച്ചിക്കുട്ടൻ്റെ പിറന്നാളായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 17-ാം തീയതി. ഇന്നായിരുന്നു അവൻ്റെ പിറന്നാൾ. അപ്പം ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. അതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ വീട്ടിൽ എല്ലാവരുടെയും കൂടെ തെച്ചിക്കുട്ടൻ്റെ പിറന്നാളൊക്കെ ആഘോഷിക്കുന്ന ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അമ്പലത്തിലൊക്കെ പോയി അമ്പൂറ്റിയൊക്കെ തൊഴുത് തിരിച്ച് വന്ന് സദ്യയൊക്കെ ഒരുക്കി. സദ്യ എന്ന് പറഞ്ഞാൽ വലിയ സദ്യയല്ല, കുഞ്ഞ് ഒരു അവിയൽ, ചെറിയൊരു പരിപ്പുകറി, പപ്പടം, അച്ചാറ്, പായസം, ഇത്രയേ ഉള്ളായിരുന്നു പിറന്നാൾ സദ്യ എന്ന് പറയാനായിട്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അദ്ദേഹം കഴിച്ചില്ല. സദ്യയിലൊക്കെ ഇലയിലൊക്കെ വിളമ്പി പുള്ളിക്ക് പപ്പടമൊക്കെ വെച്ച് കൊടുത്തു. കഴിക്കാനായിട്ട് പായൊക്കെ ഇട്ട് ഇരുത്താൻ നോക്കി, പക്ഷേ ഇരുന്നില്ല. ഇപ്പോൾ ഇച്ചിരി കുരുകുരുപ്പ് കൂടുതലുള്ളൊരു സമയമായതുകൊണ്ട് ഇരുത്താൻ വലിയ പാടായിരുന്നു. പിന്നെ ഞാൻ കൊണ്ടു നടന്നും കാർട്ടൂൺ കാണിച്ചൊക്കെ ഇച്ചിരി ചോറ് വായി വെച്ച് കൊടുത്തു. അങ്ങനെ കഴിച്ചു. പായസം പുള്ളി അന്നേരം കഴിച്ചില്ല. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് പായസം കഴിച്ചത്. പിന്നെ അതെ ഫ്രണ്ട്സ്, നിങ്ങളുടെയൊക്കെ കുട്ടികൾ ഇങ്ങനെയാണോ? നമ്മൾ പണി ചെയ്യാൻ നേരം നമ്മുടെ കയ്യിൽ നിന്ന് മാറാതെ ഇങ്ങനെ ഇരിക്കുമോ? ഇദ്ദേഹം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ്. ചെറുതിലേ ഇങ്ങനെ ആയിരുന്നു, പിന്നെ ഇടക്കാലം കൊണ്ടൊന്ന് മാറി, പിന്നെ ഇങ്ങനെയാണ്. ഇപ്പം എന്തോ കയ്യിൽ നിന്ന് മാറത്തില്ല. അപ്പം നമുക്ക് ഫ്രീ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും ഇങ്ങനെ കയ്യിലിങ്ങനെ എടുത്ത് പിടിച്ച്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ പുള്ളി ഇങ്ങനെ തിരക്കി വരും. അതും നമ്മൾക്ക് അവൻ തിരക്കി വരുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്, നമുക്ക് കാര്യങ്ങൾ നടക്കണം, അങ്ങനത്തെ ഒരു ഇതിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് എൻ്റെ കൈ തന്നെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഇതൊക്കെ വെക്കുമ്പോൾ അവനെൻ്റെ കയ്യിലിരിക്കുന്നതില്ല. ഭയങ്കര മഴയും തണുപ്പും ഒക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര പനിയും ജലദോഷവും ഒക്കെയാണ്. അപ്പം തെച്ചിക്കുട്ടനും ചെറിയൊരു മൂക്കടപ്പൊക്കെ ഉണ്ട്, അതിൻ്റെയും വാശിയുണ്ട് അവന്. അതുകൊണ്ട് കണ്ടമാനം നമ്മുടെ അടുത്തോട്ട് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വീഡിയോയിൽ അതിൻ്റേതായിട്ടുള്ള ചെറിയ പകപ്പഴകളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കണം. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വായോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ. Thank you.